ഗാസയിൽ പിടിമുറുക്കി ഇസ്രായേലി സേന. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ജീവനോടെ അവശേഷിക്കുന്ന 20 ബന്ദികളെ ഹമാസ് വിട്ടയച്ചതിന് പിന്നാലെയാണ് ഗാസയിലെ ഹമാസിനെതിരെയുള്ള തന്ത്രപരമായ നീക്കം ശക്തമാക്കി ഇസ്രായേലി സേന തിരിച്ചടി ആരംഭിച്ചത്. ഇനി അവശേഷിക്കുന്നത് 28 ബന്ദികളുടെ മൃതശരീരമാണ്. അത് അധികം വൈകാതെ വിട്ടു നൽകാമെന്നാണ് ഹമാസിന്റെ വാക്ക്. അതിനിടയിൽ നേരിട്ട് ഇസ്രായേലി സേന യുദ്ധത്തിൽ ഇടപെടാതെ തന്നെ ഗാസയിലെ പ്രാദേശിക ഗോത്രവർഗങ്ങളെ കൊണ്ട് ഹമാസിനെതിരെയുള്ള യുദ്ധം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗാസയിൽ പ്രാദേശിക ഗോത്രവർഗങ്ങളും പ്രാദേശിക പരമ്പരാഗത ശക്തിയുള്ള ശക്തമായ കുടുംബങ്ങളും ഹമാസിനെതിരെ യുദ്ധങ്ങൾ ആരംഭിച്ചിരുന്നു. ഹമാസിൽ നിന്ന് കൂട്ടത്തോടുകൂടി ഭീകരന്മാർ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിലേക്ക് ചേക്കേറുകയും മാത്രവുമല്ല ശക്തമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിരായുധരായി കീഴടങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രാദേശിക ഗോത്ര വർഗങ്ങൾ ഗാസയിൽ ശക്തമായ ഇടപെടൽ ആരംഭിച്ചത്. ഇതിന് പിന്നിൽ ഇസ്രായേലിന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇസ്രായേലിന്റെ പിന്തുണയോട് കൂടിയാണ് ഗാസയിൽ പ്രാദേശിക ഗോത്രവർഗങ്ങൾ ഹമാസിനെതിരെയുള്ള അതിശക്തമായ യുദ്ധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമൊരു കാര്യമാണ്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയിൽ ഒരു സൈനിക നടപടി നടത്തില്ല എന്നുള്ളത് ഇസ്രായേൽ നൽകിയ ഉറപ്പാണ്. അത് ഇസ്രായേൽ പാലിക്കുന്നു. എന്നാൽ നിലവിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലി സേനയോ IDF അല്ല, മറിച്ച് ഗാസയിലെ പരമ്പരാഗത ഗോത്രവർഗങ്ങളാണ്. പരമ്പരാഗതമായി ഗാസയിൽ ജീവിച്ചിട്ടുള്ള വിഭാഗങ്ങളാണ്. അവർ ഹമാസിനെതിരെ നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന വർഗമാണ്. ഇപ്പോൾ അവർക്ക് കൂടുതൽ ശക്തി ലഭിച്ചിരിക്കുന്നു. ഗാസയിലെ ഹമാസിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പരമമായ ലക്ഷ്യം. അതിന് നേരിട്ടല്ലെങ്കിൽ കൂടി മറ്റ് ചില ആളുകൾക്ക് സാമ്പത്തികവും സൈനികവുമായ സഹായം നൽകിക്കൊണ്ട് ആയുധപരവുമായ സഹായം നൽകിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരു മുന്നണി ഉണ്ടാക്കുക, ഒരു പുതിയ പോർമുഖം തുറക്കുക. ഇതാണ് ഇസ്രായേലിന് മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്. എന്തായാലും ഗാസയിലെ ഹമാസിനെതിരെയുള്ള പുതിയ പോർമുഖം അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായതാണ്. ഇസ്രായേൽ നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് ഇസ്രായേലിന് കൃത്യമായി വാദിക്കാൻ കഴിയും. പക്ഷേ ഹമാസിന്റെ അന്ത്യം ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും എല്ലാ നീക്കങ്ങളും ഇസ്രായേൽ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള സംഘടനകളെ പരിപൂർണമായും ഗാസ സ്ട്രിപ്പിൽ നിന്നും തുരത്തി ഓടിക്കാനുള്ള വലിയ പോരാട്ടമാണ് ഗാസയിൽ നടക്കുന്നത്. അത് ഗൊറില്ല മോഡൽ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഗാസയിൽ വലിയ ഗോത്ര വിഭാഗങ്ങളുണ്ട്, പരമ്പരാഗത ഗോത്ര വിഭാഗങ്ങളുണ്ട്. അവരുടെ കയ്യിൽ ആയുധമില്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനതയായി അവർക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ ഇപ്പോഴാകട്ടെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആവശ്യത്തിലധികം ആയുധങ്ങൾ ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈ ഗോത്ര വിഭാഗങ്ങളെ സ്വന്തം സൈന്യത്തോടൊപ്പം ചേർത്തുകൊണ്ട് പരിശീലനവും അവർ നൽകിയിരിക്കുന്നു. അതുമൂലം വലിയ ഒരു സായുധ സംഘമായി ഈ ഗോത്ര വിഭാഗങ്ങൾ മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൻ്റെ തിരിച്ചടി ഗാസയിൽ ഹമാസ് ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗാസയിൽ പ്രാദേശിക ഗോത്രവർഗങ്ങളും പ്രാദേശിക പരമ്പരാഗത ശക്തിയുള്ള ശക്തമായ കുടുംബങ്ങളും ഹമാസിനെതിരെ യുദ്ധങ്ങൾ ആരംഭിച്ചിരുന്നു. ഹമാസിൽ നിന്ന് കൂട്ടത്തോടുകൂടി ഭീകരന്മാർ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിലേക്ക് ചേക്കേറുകയും മാത്രവുമല്ല ശക്തമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിരായുധരായി കീഴടങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രാദേശിക ഗോത്ര വർഗങ്ങൾ ഗാസയിൽ ശക്തമായ ഇടപെടൽ ആരംഭിച്ചത്. ഇതിന് പിന്നിൽ ഇസ്രായേലിന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇസ്രായേലിന്റെ പിന്തുണയോട് കൂടിയാണ് ഗാസയിൽ പ്രാദേശിക ഗോത്രവർഗങ്ങൾ ഹമാസിനെതിരെയുള്ള അതിശക്തമായ യുദ്ധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമൊരു കാര്യമാണ്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയിൽ ഒരു സൈനിക നടപടി നടത്തില്ല എന്നുള്ളത് ഇസ്രായേൽ നൽകിയ ഉറപ്പാണ്. അത് ഇസ്രായേൽ പാലിക്കുന്നു. എന്നാൽ നിലവിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലി സേനയോ IDF അല്ല, മറിച്ച് ഗാസയിലെ പരമ്പരാഗത ഗോത്രവർഗങ്ങളാണ്. പരമ്പരാഗതമായി ഗാസയിൽ ജീവിച്ചിട്ടുള്ള വിഭാഗങ്ങളാണ്.
അവർ ഹമാസിനെതിരെ നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന വർഗമാണ്. ഇപ്പോൾ അവർക്ക് കൂടുതൽ ശക്തി ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഗാസയിലെ ഹമാസിനെതിരെയുള്ള പുതിയ പോർമുഖം അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായതാണ്. ഇസ്രായേൽ നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് ഇസ്രായേലിന് കൃത്യമായി വാദിക്കാൻ കഴിയും. പക്ഷേ ഹമാസിൻ്റെ അന്ത്യം ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും എല്ലാ നീക്കങ്ങളും ഇസ്രായേൽ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള സംഘടനകളെ പരിപൂർണമായും ഗാസ സ്ട്രിപ്പിൽ നിന്നും തുരത്തി ഓടിക്കാനുള്ള വലിയ പോരാട്ടമാണ് ഗാസയിൽ നടക്കുന്നത്. അത് ഗൊറില്ല മോഡൽ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഗാസയിൽ വലിയ ഗോത്ര വിഭാഗങ്ങളുണ്ട്. അമേരിക്കയും തുർക്കിയും ഈജിപ്തും ഒക്കെ ഇടനിലക്കാരായിക്കൊണ്ടുള്ള ഒരു വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ നിലവിൽ പ്രാബല്യത്തിൽ വന്നത്. ആ വെടിനിർത്തൽ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കയ്യിലുള്ള ജീവനോടെയുള്ള 20 ബന്ദികളെയും ഹമാസ് വിട്ടയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി 28 ബന്ദികളുടെ മൃതശരീരമാണ് വിട്ടയക്കാനുള്ളത്. അത് ഉടനടി തന്നെ കൈമാറുമെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം 20 ബന്ദികളെ ജീവനോടെ തിരികെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഹമാസുമായുള്ള വെടിനിർത്തൽ ഏത് നിമിഷവും പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറായിരിക്കും. അതുമാത്രവുമല്ല, ഇനി ഹമാസിനെതിരെയുള്ള യുദ്ധം അതിഘോരമായി നടത്താനുള്ള നീക്കമായിരിക്കും ഇസ്രായേൽ തീരുമാനിക്കുക. അതേസമയം അത് നേരിട്ട് നടത്തുകയാണെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് എന്ന് പലരും വ്യാഖ്യാനിക്കാം. ഈ സാഹചര്യത്തിലാണ് തങ്ങൾ നേരിട്ടല്ലാതെ ഗാസയിൽ നിലവിലുള്ള സായുധ സംഘങ്ങളെ, ഗാസയിൽ പരമ്പരാഗതമായി അധികാരമുണ്ടായിരുന്ന സായുധ സംഘങ്ങളെ കൂടുതൽ സജീവമാക്കിക്കൊണ്ട് അവർക്ക് പരമാവധി ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആക്രമണം ഗാസയിൽ ഉടനീളം നടത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നതും ആ സാഹചര്യത്തിലാണ്. എന്തായാലും ഇസ്രായേലിൻ്റെ ഈ നീക്കം വിജയം കാണുമെന്ന് തന്നെ ഉറപ്പിക്കാം. 20 ബന്ദികളെ ജീവനോടെ വിട്ടുകൊടുത്തത് എന്നുള്ളത് ഹമാസിൻ്റെ ആത്മഹത്യാപരമായിട്ടുള്ള നിലപാടാണ്. എന്തായാലും ഹമാസിനെ ജീവനോടെ ചുട്ടരിക്കുക എന്നുള്ളതായിരിക്കാം ഗാസയിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനവർ കുറച്ച് ഇടനിലക്കാരെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. നേരിട്ട് ഹമാസിനെതിരെയുള്ള യുദ്ധം തൽക്കാലം ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട്, ഗോത്ര വിഭാഗങ്ങളെ കൊണ്ട് ഹമാസിനെ നിർവീര്യമാക്കാനുള്ള അതിശക്തമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്.